ഇന്നത്തെ കാലത്ത് വിവാഹത്തിന് ശേഷം മിക്ക ന്യൂലി കപ്പിൾസും ഹണിമൂൺ ട്രിപ്പ് പോകാറുണ്ട്. ഹണിമൂൺ ട്രിപ്പ് വെറുതെയല്ല, പങ്കാളിയോടൊന്നിച്ച് രസകരമായ, ഉല്ലാസകരമായ, ആസ്വാദികരമായ ഒരു യാത്ര. ആ യാത്ര വെറുതെയല്ല, പരസ്പരം മനസ്സിലാക്കുവാനും മാനസികമായും ശാരീരികമായും വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി അടുത്തറിയുവാനുമുള്ള ഒരു യാത്രയാണ് അത്. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഹണിമൂൺ സിസ്റ്റൈറ്റിസ് എന്നതിനെ കുറിച്ചാണ്. എന്താണ് ഹണിമൂൺ സിസ്റ്റൈറ്റിസ്? ഹണിമൂൺ സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. യൂറിനറി ഇൻഫെക്ഷനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, പലരും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് ഹണിമൂൺ സിസ്റ്റൈറ്റിസ്? പുതിയതായി വിവാഹം കഴിഞ്ഞ സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഒരു തരം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് ഹണിമൂൺ സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ സമയത്ത് അണുബാധയുണ്ടാകുന്നത്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്? അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. ലൈംഗിക ബന്ധം ആരംഭിക്കുന്നതിന് മുമ്പ്, അതായത് വിവാഹത്തിന് മുമ്പ് യോനി ഭാഗത്ത് യാതൊരുവിധ ഇളക്കമോ സമ്മർദ്ദമോ ഉണ്ടാകുന്നില്ല. എന്നാൽ വിവാഹം കഴിയുന്നതോടെ, ലൈംഗിക ബന്ധം തുടങ്ങുന്നതോടെ യോനി ഭാഗത്ത് പോറലുകൾ ഉണ്ടാവുകയും സമ്മർദ്ദം ഉണ്ടാവുകയും ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അതുവഴി അണുബാധയുണ്ടാവുകയും അണുബാധ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഉണ്ട്. യോനിയിലുണ്ടാവുന്ന ഇത്തരം ചെറിയ ചെറിയ പോറലുകളിലൂടെ അണുക്കൾ ഉള്ളിലേക്ക് കടക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ അണുക്കൾ മൂത്രനാളിയിലൂടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുകയും ചെയ്യുന്നു. മലദ്വാരത്തിന് ചുറ്റും കാണപ്പെടുന്ന ഇക്കോളി എന്ന ബാക്ടീരിയയാണ് യൂറിനറി ഇൻഫെക്ഷന് കാരണം. ഇക്കോളി എന്ന ബാക്ടീരിയ ലൈംഗികപരമായി ബന്ധപ്പെടുമ്പോഴോ അതല്ലെങ്കിൽ അതിന് ശേഷമോ ഈ ബാക്ടീരിയ മൂത്രനാളിയിലേക്ക് പ്രവേശിക്കുകയും അവിടെ പെരുകുകയും ചെയ്യുന്നു. ഇത് അണുബാധക്ക് കാരണമാകുന്നു. മലദ്വാരത്തിനും ജനനേന്ദ്രിയത്തിനും സമീപത്തുള്ള ഈ ഇക്കോളി ബാക്ടീരിയകൾ ലൈംഗിക ബന്ധത്തിനിടയിൽ മൂത്രനാളിയിലേക്ക് പോകുകയും അവിടെ പെരുകുകയും ചെയ്യുന്നത് മൂലമാണ് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. ലൈംഗിക ബന്ധത്തിന് ശേഷം മൂത്രമൊഴിക്കാതിരുന്നാലും UTI വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുവഴി ഇൻഫെക്ഷൻ ഉണ്ടാകുകയും ചെയ്യും. പലപ്പോഴും ലൈംഗിക ബന്ധത്തിന് ശേഷം പലരും അങ്ങനെ തന്നെ കിടന്നുറങ്ങാറുണ്ട്. അത് വളരെയധികം ദോഷം ചെയ്യും. എന്തുകൊണ്ടാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ ഹണിമൂൺ സിസ്റ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത്? ഹണിമൂൺ കാലഘട്ടത്തിലാണ് കൂടുതൽ സമയവും കപ്പിൾസ് സെക്ഷൽ ആക്ടിവിറ്റീസിൽ, സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നത്. ഈ സമയത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഉണ്ട്. ഇൻഫെക്ഷൻ ഉണ്ടാകുകയും ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഹണിമൂൺ സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. ലൈംഗിക ബന്ധത്തിന് ശേഷം മൂത്രമൊഴിക്കാതിരുന്നാലും UTI വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുവഴി ഇൻഫെക്ഷൻ ഉണ്ടാകുകയും ചെയ്യും. പലപ്പോഴും ലൈംഗിക ബന്ധത്തിന് ശേഷം പലരും അങ്ങനെ തന്നെ കിടന്നുറങ്ങാറുണ്ട്. അത് വളരെയധികം ദോഷം ചെയ്യും. എന്താണ് ഇതിന്റെ പ്രതിരോധ നടപടി? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ശരീരവും ലൈംഗിക ഭാഗങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ്. ജലാംശം നിലനിർത്തുക, ധാരാളം വെള്ളം കുടിക്കുക, ലൈംഗിക ബന്ധത്തിന് മുമ്പും ലൈംഗിക ബന്ധത്തിന് ശേഷവും മൂത്രമൊഴിക്കുകയും നന്നായിട്ട് വൃത്തിയാക്കുകയും ചെയ്യുക, നല്ല ഹൈജീനിക് ആയിരിക്കുക. സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുക. യോനി ലൂബ്രിക്കേറ്റഡ് അല്ലെങ്കിൽ പെനിസ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ സമ്മർദ്ദം മൂലം ചെറിയ പോറലുകളും നീറ്റലുകളുമൊക്കെ ഉണ്ടാകാം. അതുവഴി ഇക്കോളി ബാക്ടീരിയ യോനിയിലേക്ക് പ്രവേശിക്കുകയും അവിടെ നിന്ന് മൂത്രനാളിയിലേക്ക് അവ പ്രവേശിച്ച് അവിടെ പെരുകുകയും ചെയ്യും.
അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇന്റർകോഴ്സ് സമയത്ത് ലൂബ്രിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കാം. എന്തൊക്കെയാണ് ഹണിമൂൺ സിസ്റ്റൈറ്റിസിന്റെ ലക്ഷണങ്ങൾ? കടുത്ത അസ്വസ്ഥതയും ക്ഷീണവും ഉണ്ടാകുന്നു. പനിയും വിറയലും ഉണ്ടാകുന്നു. മൂത്രത്തിന് കടുത്ത നിറവും ദുർഗന്ധവും ഉണ്ടാകുന്നു. പെൽവിസിലെ വേദനയും അസ്വസ്ഥതയും ഉണ്ടാകുന്നു. മൂത്രമൊഴിക്കുമ്പോഴുണ്ടാകുന്ന കടുത്ത വേദന. ചിലർ മൂത്രസഞ്ചി നിറഞ്ഞില്ലെങ്കിൽ പോലും മൂത്രമൊഴിക്കാനുള്ള നിരന്തരമായിട്ടുള്ള തോന്നലുണ്ടാകുക, വേദനയുണ്ടാകുക, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇത്രയും ലക്ഷണങ്ങൾ, ഇതിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണേണ്ടത് ആവശ്യമാണ്. ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതും ആവശ്യമാണ്. ടേക്ക് കെയർ.